കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുന്നത്തൂർ മണ്ഡലത്തിൽ ഭവന സന്ദർശനം നടത്തി. വാഴപ്പള്ളി ജംഗ്ഷനിൽ നിന്നുമാണ് ഭവന സന്ദർശനത്തിന് തുടക്കം കുറിച്ചത്. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ഭവന സന്ദർശനം സംഘടിപ്പിച്ചത്. വാഴപ്പള്ളി ജംഗ്ഷനിൽ കേരള കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സജി അച്യുതൻ വാഴപ്പള്ളിയിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റ് റോയി ഉമ്മൻ ഫണ്ട് പിരിവിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഈ ഇടത് ഗവൺമെന്റിന്റെ അധികാരം ഉപയോഗിച്ചുള്ള ദൂർത്തും അധികമായി ജനങ്ങളുടെ മേൽ ദ്രോഹം അടിച്ചേൽപ്പിക്കുന്ന ഉള്ള പ്രവർത്തനങ്ങൾ, കാര്യം അവരുടെ കഴിവുകേട്, ഭരണത്തിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, 5 രൂപ കൊണ്ട് തീരേണ്ട കേസ് 50,000 രൂപയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഭരണത്തിന്റെ ബലഹീനത, അവരുടെ കഴിവുകേട് കൊണ്ട് വന്ന കടം സാധാരണക്കാരായ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കും. കാര്യം നമ്മൾ അന്ന് 30 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അരി ഇന്ന് 60 രൂപയായതിന്റെ കാരണമാണ്. ഈ വീടിന് 200 രൂപ ടാക്സ് അടച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ അത് 1000-നും 2000-നും മേളിൽ. കേരള കോൺഗ്രസ് പ്രവർത്തകർ 100ഓളം വീടുകളാണ് സന്ദർശിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 17ഉം 15ഉം വാർഡുകളിൽ കേരള കോൺഗ്രസിന്റെ വനിതാ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനും തീരുമാനമായി. പാലക്കൽ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ഇവിടെ പല പാർട്ടിക്കാരും പാർട്ടിയുടെ പേരിൽ നടക്കുന്നവരാരും ഇവിടെ വന്നെത്തിയിട്ടില്ല. അപ്പൊ ഈ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ശാസ്താംകോട്ട മണ്ഡലത്തിൽ ശക്തമായ ഒരു വേരോട്ടം കേരള കോൺഗ്രസിന് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. 17ാം വാർഡിലും 15ാം വാർഡിലും വനിതാ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. ആ വനിതാ സ്ഥാനാർത്ഥികളെ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി ഞങ്ങൾ നാമനിർദ്ദേശം ചെയ്യും. അത് UDFന്റെ ഘടകകക്ഷിയായിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ മത്സരിക്കും. സജി അച്യുതൻ വാഴപ്പള്ളി, സുഷമ സോമരാജൻ, മൂത്തോട്ടിൽ തുളസീധരൻ, അനൂജ് പാലമുക്ക, സോമരാജൻ, ഓമനക്കുട്ടൻ, അയ്യപ്പൻപിള്ള, രഘുനാഥ, രാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.